വാട്ട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്ന വിചാരിക്കുന്നു. ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ലാൻഡ് ഹണ്ട് വെച്ചോണ്ട്. ലാൻഡ് ഹണ്ട് വെച്ച സ്ഥലം നോക്കിട്ടുണ്ട്. ഈ പ്ലോട്ട് ഓഫ് ലാൻഡ് കണ്ടിട്ടൊരു കാട് കണക്ക് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ ഇത് ജസ്റ്റ് ഇത് ഈ റോഡിൻ്റെ ഇവിടെ ആയിട്ടാണ്. ഇത് ഇങ്ങനെ കയറി വരും. ഇത് ഈ സ്ഥലം ഇത് 30 സെൻറ് ഉണ്ടാകുന്നത്. ഇത് ഇവിടം വരെ അവിടെ എവിടെയും കൊണ്ടാണ് ഇത് ഈ ബോർഡർ ഇവിടെയൊക്കെയാണെന്ന് തോന്നുന്നു. ആരും നോക്കാത്തതുകൊണ്ട് ഫുള്ളും കാട് കണക്കാതെ. അവിടെ ഒരു വീടുണ്ട് കേട്ടോ. കുറച്ച് അകത്ത് കയറി നോക്കാൻ പോയി എന്തുണ്ടെന്ന്. ഇങ്ങനെ കുളം ഉണ്ടെങ്കിൽ താഴത്ത് കാണും. ആ എവിടെയാ കല്ല്? വട്ടത്തിലാണ്, നേരെയല്ലേ? അല്ല ഈ പ്ലോട്ട് നേരെയല്ലേ? ഇങ്ങനെ ഈ തെങ്ങ് വരത്തില്ല. ഓക്കെ. എടാ ഈ കല്ല് പിന്നെ അങ്ങോട്ടാ? അവിടെ ഒരു കല്ലുണ്ടോ? ഓക്കെ. ഈ കല്ലിന് നേരെ അങ്ങോട്ട് പോയിട്ട് ആ മതിലില്ലേ അവിടം വരെ നേരെ പോകും ഇങ്ങനെ. പിന്നെ ഇത് സ്ട്രെയിറ്റും പിന്നെ അങ്ങോട്ട് കട്ടി. ഈ പുറകോട്ടുള്ള സ്ഥലം, ഇങ്ങനെ സ്ഥലം എനിക്ക് കുറച്ച് കാണാൻ ഇഷ്ടം, അറിയാം. പക്ഷേ ഈ സ്ഥലം വേറെ അറിയാം. അത് നല്ല വലിപ്പമുണ്ട് കേട്ടത്. അവിടെ കാറൊക്കെ അറ്റത്താണിത് അവിടെ. ഈ സ്ഥലം ഫുള്ള് നമുക്ക് JCB കയറ്റി സെറ്റാക്കാവുന്നേ ഉള്ളൂ. നോക്കിയും കണ്ടും പോണേ, നല്ല പാമ്പ് കടിക്കുമോ? ഈ റോഡിൽ നിന്ന് ഇങ്ങനെ വരുമായിട്ട് ഇതാ പ്ലോട്ട്. കുഴപ്പമില്ലൊരു വലിയ വീട് വെക്കാം അതിനകത്ത്. കയറി ഇറങ്ങുമ്പോൾ ഒരു വലിയ വീടോടായിട്ട് കാണും. അപ്പോൾ ഇതിപ്പം ഞാൻ പിന്നെ സ്ഥലത്ത് നിന്ന് അടുത്ത് വന്നു. അമ്മ ഈ ചുറ്റുവട്ടം എല്ലാ ആൾക്കാർക്കും പലതും ചോദിച്ചു കഴിഞ്ഞ് അമ്മയ്ക്ക് മനസ്സിലായിരിക്കുന്നത്. അമ്മയ്ക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി. എനിക്ക് പിന്നെ ഞാൻ ഇങ്ങോട്ട് നോക്കിയില്ല അമ്മയ്ക്കോട്ട്. യഥാർത്ഥം ഈ സ്ഥലം കുറച്ച് താന്നാണ് കിടക്കുന്നത്. ആ മൂലയെ കണ്ട അവിടുത്തെ കുറച്ച് മരമൊക്കെ ഉണ്ട്, ഞാൻ താന്നിരിക്കുന്നവരെ കൊണ്ട് ഇതെല്ലാം പൂഴിയിട്ട് പൊക്കിയതാണ്. അപ്പോൾ ബാക്കിയുള്ള പറമ്പ് വെച്ച് കുറച്ച് താന്നയാണ് വെള്ളം നിൽക്കും. അങ്ങനെ ഈ സ്ഥലം മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ 1390 കിട്ടത്തുള്ളൂ. ഈ സ്ഥലവും കിട്ടുന്നില്ല ആലപ്പുഴയിൽ. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ രണ്ടാമത്തെ പ്ലോട്ടിൽ വന്നിരിക്കുകയാണ്. ഈ പ്ലോട്ട് മതിൽ വെച്ച് ചുറ്റി വെച്ചിരിക്കുക, അതുകൊണ്ട് എൻട്രി ഇല്ല, മതിലൊക്കെ പൊട്ടിക്കണം. കണ്ടത് ഈ പ്ലോട്ടാണ്. അവിടെ പൊക്കത്ത് വരുന്നത് കാണാം. എങ്ങനെയാ സ്ഥലം? ഇത് സ്ഥലം ഇല്ലല്ലോ ഒട്ടും. എത്ര സെന്റ്? ആ വീടും ഉണ്ടാ? ഒന്ന് ഇത്ര പൊക്കത്ത്. റോഡിൽ നിന്ന് നല്ല താഴ്ചയാണല്ലേ. അത് പഞ്ചായത്ത് തോടാണെന്ന് തോന്നുന്നുണ്ട്. അവിടുത്തെ അറ്റത്ത് നിന്ന് പോകുന്നുണ്ട്. നമുക്ക് വേറെ സ്ഥലം നോക്കാനും പറ്റുള്ളൂ. നമുക്ക് ഏനിയിട്ട് കയറേണ്ടി വരും. മേടിച്ച് ചേട്ടൻ പറയുന്നുണ്ട് പുറത്ത് തന്നെ വന്നിട്ടുണ്ട്, ഒരു ഓട്ടോയിലാണെന്ന്. അതാണോ ഓട്ടോ? എന്തായാലും നമുക്ക് നോക്കാം. എനിക്കൊരു പ്രൊമോഷൻ വർക്ക് ചെയ്യാനുണ്ട് നാളത്തേക്ക്. അതിനു വേണ്ടി മേടിച്ച പ്രോട്ടീൻ്റെ ബോക്സ് ആണത്. ആണോ? നല്ല വലിയ ബോക്സ് ആണെന്ന് തോന്നുന്നു. അത് നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. 4 കിലോ അത്രയ്ക്ക് വെയിറ്റ് ഇല്ല. 4 കിലോയുടെ വെയിറ്റേ ഉള്ളൂ. എനിക്കൊരു 4 കിലോ ഒന്നും തോന്നുന്നില്ല. ഞാൻ കുറേയൊക്കെ പ്രതീക്ഷ കൊടുക്കത്ത വെയിറ്റ് ആയിരിക്കും. എൻ്റെ ഈ മുടി കേർലി ആയിട്ട് വെക്കാൻ വേണ്ടി 1-2 പ്രോഡക്റ്റ്സ് എനിക്ക് മേടിക്കണമെന്നുണ്ട്. ഞാൻ മേടിക്കാം. ഇതിപ്പോൾ നമ്മുടെ നാളത്തെ വീഡിയോ. ഇതൊന്ന് തുറന്നേ. തുറന്ന് നോക്ക്. നോക്കാനൊന്നുമില്ല. ഇത് വേറൊരു ബോക്സ് മേടിക്കേണ്ടി വരും അകത്തോട്ട് വെക്കാൻ. ഈ ബോക്സിന് എനിക്ക് നാളത്തേക്ക് ഈ ബോക്സിൻ്റെ ആവശ്യമുള്ളത്. എന്തോ ഇത്? ഇതെന്തുവാണ്? എന്താണെന്ന് തോന്നുന്നത്. ആഹാരം കൊണ്ടുപോകുന്നതാ. ഇത് പ്രോട്ടീൻ പൗഡർ. 4 കിലോ പ്രോട്ടീൻ പൗഡർ. എത്ര രൂപയാണ് ഇത്? എത്രയാ? 2000 രൂപയാ? 2668. ഇതാ? ഇത് അതൊന്ന് 1 കിലോക്കാ. ഇത് 4 കിലോ ഉണ്ട്. 1679. ഇത് പ്രോട്ടീൻ കഴിക്കാൻ വേണ്ടി വെള്ളത്തിട്ട് കുടിച്ച്. സൈഡിൽ നിന്ന് ഇങ്ങനെ വിടർത്തി ഇട്ടാൽ മതി. ഇത് ഇവിടെ നിന്ന് തുറക്കാം. ഇനി തുറന്നു വരുമായിരിക്കും. ഓ തേണ്ടിരിക്കുന്ന ബോയ്സ്. 4 കിലോ ഇത്ര അറിയത്തുള്ളൂ. ഇത് മാംഗോ ഫ്ലേവറാണ്. മാംഗോ ഫ്ലേവർ മണമുണ്ടല്ലേ മാംഗോൻ്റെ. മണക്കാനൊന്നും പറ്റിയില്ല ബോയ്സ്. അപ്പോൾ നമുക്ക് ഈ പ്രോട്ടീൻ ഫുള്ളും വേറൊരു പാത്രത്തിലിട്ട് ആക്കണം. നാളെ ഒരു വീഡിയോക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതെല്ലാം കോരി വേറൊരു പാത്രത്തിലിടാം. ഇതിനകത്ത് ഫുള്ള് ഇരിക്കുകയെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഫുള്ളും കോരി ഇടാം. നേരെ ടേസ്റ്റ് ചെയ്യില്ല കേട്ടോ. നല്ല കിടിലൻ സ്മെല്ല് വരുന്നുണ്ട് ഇതിൻ്റെ. ഒത്തിരി ഇതായിരിക്കണല്ലോ പ്രോട്ടീൻ സ്കൂപ്പ്. ഷേക്കിനകത്തൊക്കെ ഞാൻ പ്രോട്ടീൻ അങ്ങനെ കഴിക്കാറില്ല പൊതുവെ. കഴിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട് കഴിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുന്ന അമ്മ? ടേസ്റ്റ് ചെയ്യുന്ന ഇത് മാംഗോടെയാ. അതാണ് മാങ്ങയുടെ ടേസ്റ്റ് വന്നു കിട്ടോ. അമ്മ ബാക്കിയുള്ള പ്രോട്ടീൻ കൂടി അതിനകത്തോട്ട് തള്ളിക്കയറ്റുകയാണ്. വേറൊരു പാത്രം കൂടി വന്നു. ഇതെന്തിന്റെ തവിയാണ് ഈ സാധനം? വെള്ളം കോരാണ്. അമ്മക്ക് ഇനി തള്ളി കയറ്റുക.
മതി കളയരുത് 10,000 രൂപ ബോക്സിന്. അതൊന്നും പോകത്തി. ഇത് രണ്ടാമത്തെ ദിവസമാണ് നമ്മളിന്ന് മസിൽ ബേസിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി രാവിലെ തന്നെ പോവുകയാണ്. മസിൽ ബേസിന്റെ ഒരു സ്പോൺസർഷിപ്പ് വീഡിയോ ഉണ്ട് എനിക്ക്, അതിന് വേണ്ടിയാണ് ഞാൻ 4 കിലോ ഓർഡർ ചെയ്തത്. നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇതിന്റെ ഒരു ബാഗ് ഉണ്ടാക്കി വെച്ചിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് മുമ്പിലോട്ട് തൂക്കാൻ പറ്റും. ഓ നല്ല വെയിറ്റ് ഉണ്ട്. നമുക്ക് ക്യാമറ പോയി മേടിച്ചിട്ട് തരണം. അക്ഷനെ ആദ്യം വിളിക്കാം. അക്ഷയ എത്തിയിരിക്കുന്നത് ഇവിടെ ട്രെയിനറെ വിളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ നമ്മള് ബീച്ചിലെത്തി പോയി. നമുക്ക് മറ്റേ ഒരു ഹാങ് ബാർ ഉണ്ട്, അതിന്റെ വീഡിയോ ആണ് ചെയ്യാനുള്ളത്. അപ്പൊ അത് ഇവിടെ എങ്ങാണ്ട് വെച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതൊരു ബേസ്മെന്റിൽ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഗാർഡ് എവിടെയുള്ളത്? ഗാർഡാണോ അത്? ചേട്ടാ, അപ്പൊ ഈ സാധനം നമുക്ക് പൊക്കൊണ്ട് പോകേണ്ടി വരും. ഇതിന്റെ വലുതും ചെറുതും രണ്ടും ഉണ്ടോ? ഇത് പൊക്കാവാ. സാധനം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കുന്തം നമുക്ക് പിടിക്കണം. പിന്നെ ഞാൻ അക്ഷയ് അത് പൊക്കൊണ്ട് വരും. നമുക്കിത് ഈ സാധനം പൊക്കൊണ്ട് പോകണം. ഒരു ഏജ് വെയിറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ പോലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഏകദേശം ഇപ്പോൾ എല്ലാം റാപ്പപ്പ് ചെയ്യുകയാണ്. നമ്മുടെ കക്ഷി വീഡിയോ തൂങ്ങിക്കിടന്ന ആള് എന്തായാലും നാളത്തേക്കാൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാം. ബിഗ് സ്ക്രീനിൽ കാണാം. ബിഗ് സ്ക്രീൻ എയറിലൊന്നും ആകുന്നില്ല. അവൻ ബോൾട്ട് തിരിച്ചോണ്ടിരിക്കുക. പട്ടി വെയിൽ നോക്കിക്കുക, ബാല് കറക്കുന്നു. അവളുടെ മസിൽ പ്ലേസ് സ്പോൺസർ ആയിരിക്കുകയാണെന്ന് തോന്നുന്നു. മസിൽ പ്ലേസിന്റെ ബാഗ് ഒക്കെയാ. ഇതൊക്കെ അവരുടെ സൈറ്റിൽ ഇപ്പൊ സെല് ആകുന്നുണ്ട്. ഞാൻ പറയുന്നത് അവരിങ്ങനത്തെ ഒരു ബാഗ് അതല്ലേ. അവൻ എങ്ങനെയാ പോകുന്നത് കണ്ട, തോളത്തും വെച്ചോണ്ട്. എന്നിട്ട് നമ്മളിവിടെ ചുവന്ന കിടക്കുകയാണ്. അവന്റെ അവിടെ സ്കൂട്ടിയിൽ നടൻ വരെ പോയി. നമ്മളിപ്പോ ഇറങ്ങും. ഇവിടുന്ന് ക്യാമറ കൊടുക്കണം. ട്രെയിനറൊക്കെ പോകുന്നു. ഓ കല്യാണമായിരുന്നു രണ്ടാമത്തെ. ബൈ ബൈ ബൈ. ഈ ക്രിസ്മസ് ട്രീ കണ്ട? ഈ എന്താണ് നമ്മൾ ക്രിസ്മസിനകത്ത് ആലപ്പുഴ കാണുന്ന ഒരുതരം ക്രിസ്മസ് ട്രീയാ. അല്ല നമ്മൾ വെള്ള പൊടി വെച്ച് ഡെക്കറേറ്റ് ചെയ്യും. ചുമ്മാ ഏതോ ഒരു കിളിയ കൊക്ക് വന്ന് കൊക്ക് വെളുപ്പിച്ച് പോയത്. അല്ല അമോണിയ സ്മെല്ല ഇതിന്റെ വരണ ഇപ്പൊ. ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് നോക്കി. അമ്മേനെ ഞാൻ കടയിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ആപ്പിൾ ഗുവാവ അത് മേടിക്കാൻ വേണ്ടി ഇവിടെ സൈഡ് നിർത്തിയാണ്. 2 കിലോ 400 രൂപയ്ക്ക് മേടിക്കേണ്ടതായിരുന്നു. ചേട്ടൻ തന്നെ 500 രൂപയ്ക്ക് പിടിപ്പിച്ച്. നമ്മൾ ഇത്ര സ്ഥലം നോക്കി അവസാനം ഒരു കിണ്ടി സ്ഥലം കിട്ടിയില്ല. ഒരു സ്ഥലം ഉണ്ട്, അത് എന്തായാലും നമ്മൾ നോക്കട്ടെ, ഉറപ്പിക്കാൻ പറ്റുമായിരുന്നു. തൽക്കാലം നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ സ്വന്തം സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ചെറിയ ചിന്ന പ്ലോട്ട് കാണിച്ചു തരാം. വീടിൻ്റെ പുറകെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ റോഡാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വരാനത് ഇതാ വീട്. ഇത് ഏകദേശം ഒരു 7 സെൻറ് ഉണ്ടെന്ന് തോന്നുന്നു. പ്ലോട്ട് ഈ വീട് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിട്ട് ഏകദേശം 9-10 മീറ്ററേ ഉള്ളൂ. ഇതാണ് ആ ചെറിയ വീട്. ഈ ചെറിയ വീടിനകത്തോട്ട് ആ സാധനമൊക്കെ വരുവാന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇതിൻ്റെ പക്കത്ത് കുറച്ച് ഷീറ്റിൻ്റെ വർക്കൊക്കെ ഉണ്ട്. അത് ചെയ്താൽ നമുക്ക് വെള്ളം വീടായിരിക്കത്തുള്ളൂ. കാണാമോ വീട്? 3 ചെറിയ മുറിയുണ്ട്. നാളെ കാണിച്ചു തരാം. ഈ വീട്ടിലോട്ട് സാധനങ്ങളൊക്കെ മാറ്റാൻ നേരത്ത് പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. പിന്നെ ആ സ്ഥലം ഏകദേശം സെറ്റാക്കാൻ നോക്കാം. ഒരു സ്ഥലം കണ്ടിട്ടുണ്ട്, 20 സെൻറ്റാണ്, 20-25 സെൻറ്റാണ്.